നമസ്കാരം. ദ വ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മന്ത്രിസ്ഥാന ലബ്ധിയിലൂടെ കേരളത്തിൽ ഒട്ടേറെ വിവാദങ്ങൾക്ക് കാരണഭൂതനായ ശ്രീ മഞ്ഞളാംകുഴി അലിയാണ്. സ്വാഗതം വ്യൂവിലേക്ക്. താങ്ക് യു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. എങ്ങനെ തോന്നുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ല, ഞാൻ ആ കാലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു മന്ത്രി ഏത് ജാതിയിൽ നിന്ന് വരുന്നു, ഏത് മതത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഏത് പള്ളിയിൽ പോകുന്നു, ഏത് അമ്പലത്തിൽ പോകുന്നു എന്നല്ല കേരളത്തിലെ ജനങ്ങൾ നോക്കുന്നു. ഈ മന്ത്രി എന്ത് ചെയ്തു എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ മന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഒരു മന്ത്രിയെ വിലയിരുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. വർക്കിലേക്ക്, അതായത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി പാടുപെടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ UDF സർക്കാർ അധികാരമേറ്റ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പേസ്, ഒരു വേഗത, അതിനൊരു തടസ്സമുണ്ടാവാൻ അല്ലെങ്കിൽ പിന്തുണ നൽകിയിരുന്ന സാമുദായിക സംഘടനകൾക്കൊരു ചെറിയ മനംമാറ്റം ഉണ്ടാകാൻ അങ്ങയുടെ മന്ത്രിസ്ഥാനം ഏതെങ്കിലും കാരണവശാൽ അതിനൊരു കാരണമായി എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, UDF സർക്കാരിൻ്റെ വേഗത പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വേഗത കുറഞ്ഞിട്ടില്ല. അത് വളരെ സ്പീഡിൽ തന്നെ പല കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഈ ഒരു സമയത്തൊക്കെ വളരെ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വേഗതയൊന്നും ഇത് ബാധിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടും കുറേ മീഡിയകളാണ് ഇത് വളരെ വല്ലാതെ ഊതിവെറുപ്പിച്ച് വല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് 1.5 മാസം എല്ലാ മീഡിയകളിലും വളരെ വലിയ കാര്യത്തിൽ ഉയർന്നു നിന്നിരുന്നത് സത്യമാണ്. പക്ഷെ അതിനുശേഷം അത് ക്ലിയർ ആയിപ്പോയി. പക്ഷേ ഈ സംസ്ഥാനത്തുള്ള മറ്റെല്ലാ മന്ത്രിമാരെയും ഒന്നുകിൽ പേര് പറഞ്ഞോ അല്ലാതെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷം പലപ്പോഴും താങ്കൾ 5ാം മന്ത്രി എന്നും ഒക്കെ തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് മാനസികമായി എന്തെങ്കിലും ഒരു വിഷമം? സ്വാഭാവികമായിട്ട് ഇത് എല്ലാവരും ഇത് 5ാം മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷമാണിത് വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ കാലഘട്ടങ്ങളിൽ ടെലിവിഷൻ ഓണാക്കാൻ പോലും ശരിക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഓണാക്കിയ ഏത് ചാനലായാലും ഇതായിരിക്കും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തൊക്കെ വിഷമിച്ചിരുന്നതല്ലാതെ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഓർത്ത് ഞാൻ ദുഃഖിക്കാറില്ല. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു. നഗര വികസനമാണ് താങ്കൾക്ക് പ്രധാന വകുപ്പായി കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല ഇപ്പോൾ ഈ നഗരവികസനത്തിലാണ്, പ്രത്യേകിച്ച് മാലിന്യ പ്രശ്നത്തിൽ. എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ള കാര്യം? ഇതൊക്കെ ഈ മാലിന്യ പ്രശ്നം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇതിൻ്റെ ചാർജ് വഹിച്ചിരുന്ന ആ കാലഘട്ടങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്രിസഭ കുറേയധികം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ കേരളത്തിലെ 6 പ്രദേശങ്ങൾ, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, ഈ പ്രധാനപ്പെട്ട 6 നഗരങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ളൊരു മോഡേൺ പ്ലാന്റ് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമം നടത്തുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ ഏകദേശം 100-300ഓളം കോടി രൂപ പല രീതിയിലുള്ള പ്ലാന്റുകളും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്ലാന്റുകളിലൊക്കെ തന്നെ ഒരു 95% പ്ലാന്റുകളും വർക്ക് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. 5% പ്ലാന്റുകൾ മാത്രമാണ് ഇന്ന് തിരക്കേടില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നല്ല പ്ലാന്റുകൾ കൊണ്ടുവന്ന് ഈ മാലിന്യ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള വലിയൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശ്രമം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി പല തട്ടുകളിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ പോയ ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നഗരങ്ങളൊന്നും തന്നെ ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നഗരങ്ങളല്ല. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കൂടുതലാണ്. പലപ്പോഴും നമ്മുടെ പ്ലാനിങ് ഒരു 10 വർഷത്തേക്ക് മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട പ്ലാനിങ് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എന്ത് മാന്ത്രിക വഴിയാണ് ഇപ്പോൾ താങ്കളുടെ കയ്യിലുള്ളത് ഈ പ്രശ്നം പരിഹരിക്കുക? ഇതിനേക്കാളും പ്ലാൻ ചെയ്യാത്ത സിറ്റികളിൽ ഇതിനേക്കാളും വൃത്തിയായിട്ട് നടക്കുന്ന പല സിറ്റികളും ഉണ്ട്. നമ്മൾക്ക് വേറൊരു കാര്യം, നമ്മുടെ ഈ മാലിന്യം ഡിസ്പോസ് ചെയ്യുന്നതിൽ നമ്മൾക്ക് തന്നെ ഒരു കൾച്ചറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കോമ്പൗണ്ടിൽ പാടില്ല, അടുത്ത റോട്ടിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത തോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവിടുന്ന ഒരു സ്ഥിതിയാണെന്ന് മലയാളികൾ പൊതുവെ അവലംബിക്കുന്നത്. എല്ലാവരും ഞാൻ കുറ്റം പറയുന്നല്ല, പക്ഷേ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. മാലിന്യം നമ്മുടെ മാലിന്യമാണ്, അത് നമ്മൾ തന്നെ സംസ്കരിക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ ഇത് സംഘടകരെന്ന് പറയട്ടെ, നമ്മളെന്ത് ചെയ്യുന്നതിന് രാവിലെ നമ്മുടെ വേസ്റ്റ് എല്ലാം ഒരു പാത്രത്തിലാക്കി അല്ലെങ്കിൽ ഒരു ബാഗിൽ ആക്കിയിട്ട് നമ്മൾ അവിടെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്.
അത് ഉത്തരവാദിത്തം അത് മുനിസിപ്പാലിറ്റിയുടെ ആണ് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ആണ്, അവരത് പിന്നെ നോക്കിക്കൊള്ളണം എന്നുള്ളൊരു തോന്നലാണ് നമുക്കുള്ളത്. നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ പിന്നെ അറ്റ് സോഴ്സ് തന്നെ നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 250 കോടി രൂപയോളമാണ് ഏകദേശം ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പിന്നെ ഈ പ്രാവശ്യം സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഫണ്ട് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളൊക്കെ അത് വേറെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് വെറും 50 കോടി രൂപയായിരുന്നു. അതിന് മുമ്പേ അത് 2-3 കോടി രൂപ മാത്രമായിരുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളം ഭരിക്കുന്ന UDF സർക്കാർ ഇത്രയും വലിയ ഒരു സംഖ്യ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പം നമ്മുടെ പിന്നെ ഈ വേസ്റ്റിൽ നിന്നും ഇപ്പം പൊതുവെ ലോകത്തെന്ന് പറയുന്നത് വേസ്റ്റ് ഈസ് നോട്ട് എ വേസ്റ്റ് അൺലെസ് യു വേസ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ വേസ്റ്റ് ഈസ് മണി, അല്ലെങ്കിൽ വേസ്റ്റ് ഈസ് എനർജി. ഇപ്പോൾ വേസ്റ്റിൽ നിന്നും എനർജി ഉണ്ടാക്കാനുള്ള, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് PPP മോഡലിലാണ്. നമ്മൾ സ്ഥലം നൽകുക, കമ്പനികൾ ധാരാളമുണ്ട്. ഇപ്പം നമ്മുടെ എറണാകുളത്തിന് ടെൻഡർ വിളിച്ചപ്പോൾ 28 കമ്പനികളാണ് അതിൽ പിന്നെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ധാരാളം കമ്പനികൾ പുതിയ ടെക്നോളജിയുമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ അവിടെ പിന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മെഷീൻ അവർ ഇമ്പോർട്ട് ചെയ്യും, നമ്മൾ ഇലക്ട്രിസിറ്റി അവരുടെ അടുത്ത് വാങ്ങണം. അത് മാത്രമാണ് അവരുടെ കണ്ടീഷൻ. നമുക്കാണെങ്കിൽ ഇലക്ട്രിസിറ്റി കുറവാണ്. നമ്മൾ വളരെ വലിയ പിന്നെ സംഖ്യ കൊടുത്താണ് പലപ്പോഴും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി പിന്നെ ലാഭം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന മോഡലുകൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വിളപ്പിൽശാലയിൽ ഈ മാലിന്യ പ്രശ്നം മുമ്പ് ഉണ്ടായപ്പോൾ ശരിക്കും വിളപ്പിൽശാലയിൽ ഒരു സ്ഥലം കണ്ടെത്തി. നഗരത്തിനകത്തുള്ളൊരു സ്ഥലമല്ല, പുറത്തുള്ളൊരു സ്ഥലം. അവിടെ ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി ഒരു പദ്ധതി തുടങ്ങുന്നു, പിന്നീട് അത് നഷ്ടമാണെന്ന് അവർ ഇട്ടേച്ച് പോകുന്നു, പിന്നെ നഗരസഭ ഏറ്റെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എടുക്കുന്ന പദ്ധതികൾ പ്രോപ്പറായി നടപ്പാക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് 100% ശരിയാണ്. വിളപ്പിൽശാല മാലിന്യ പ്രശ്നമാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഈ പ്രശ്നം വളരെ രൂക്ഷമാക്കിയത്. വിളപ്പിൽശാലയിൽ നമ്മൾ കുറേയധികം പണം ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അവിടെ സ്ഥലം വാങ്ങി അവിടെ പ്ലാന്റുകൾ നിർമ്മിച്ചു. പക്ഷേ അത് നല്ല രീതിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പിന്നെ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 2 വർഷത്തെ മാലിന്യം നമ്മൾ അവിടെ ഡംപ് ചെയ്യായിരുന്നു, അത് പ്രോസസ്സ് ചെയ്തില്ല. അപ്പോൾ അതിന് വളരെ ലീച്ചറ്റിൻ്റെ പ്രോബ്ലം വന്നു, ബ്ലാക്ക് ലിക്കറായി നിന്ന് ഒഴുകി വരുന്നു. അത് പിന്നെ ജനങ്ങളുടെ പിന്നെ ജീവിതം തന്നെ അവിടെ ദുസ്സഹമാക്കി. അവിടെയുള്ള ആൾക്കാർ വല്ലാതെ പിന്നെ പ്രശ്നം ഉണ്ടാക്കി. അവരെല്ലാവരും സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ നല്ലൊരു പ്ലാനിങ് നടത്തിയില്ല. ആ പദ്ധതികളൊക്കെ വളരെ പഴയ കാലത്തുള്ള പദ്ധതികളാണ്. നമുക്കിപ്പം ലോകം മാറുന്നതോടുകൂടി നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് മാറി, ക്വാണ്ടിറ്റി മാറി, നമ്മുടെ അതിൻ്റെ രൂപം മാറി. ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് കൂടുതലും പ്ലാസ്റ്റിക്കുകളുണ്ട്, പകുതിയോളം പ്ലാസ്റ്റിക് വരുന്നു. നമ്മളൊരു പ്രായപൂർത്തിയായ ഒരാൾ ഏകദേശം 3/4 കിലോ വേസ്റ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 15,000-ഓളം ടൺ വേസ്റ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ തന്നെ അത് പിന്നെ അവിടെ പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അത് വളമായിട്ട് ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് പുറത്താണ് വെക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുക വഴി ഇപ്പോഴുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നഗരത്തിന്റെ മാലിന്യങ്ങൾ പേറേണ്ടത് ഗ്രാമങ്ങളാണ് എന്നുള്ള ഒരു പഴയ കൺസെപ്റ്റിനോട് താങ്കൾ എത്രത്തോളം? ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മളുടെ മാലിന്യങ്ങൾ നഗരത്തിൻ്റെ ആയാലും ഗ്രാമത്തിൻ്റെ ആയാലും എവിടുത്തെ ആയാലും ശരി, നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കണം. അതിനുള്ള പല വഴികളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഈ സർക്കാർ ഏകദേശം 6-7 കോടി രൂപ ഈ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിന്നെ പൈപ്പ് കമ്പോസ്റ്റിംഗ് അതിന് വേണ്ടിയിട്ട് പിന്നെ സൗകര്യം ചെയ്തു കൊടുത്തു. അതിൻ്റെ മിക്കവാറും 75% പിന്നെ 50% സർക്കാർ കൊടുക്കുന്നു, 25% കോർപ്പറേഷൻ കൊടുക്കുന്നു, 25% പിന്നെ ജനങ്ങൾ നൽകുന്നു. ഇപ്പോൾ അത് ഉയർത്തി 90% സർക്കാരാക്കി. 90% ഇപ്പോൾ സർക്കാരാണ് കൊടുക്കുന്നത്. അതിന് കുറേയധികം ആൾക്കാർ അപ്ലൈ ചെയ്തു, പക്ഷേ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ കൊണ്ടും കോർപ്പറേഷനിൽ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. 1,00,000 ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അത് വെറും 4,000-5,000 ആയിട്ട് ചുരുങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പിന്നെ ഇത് വന്നു. നമ്മളെല്ലാ വീടുകളിലും ഈ പൈപ്പ് കമ്പോസ്റ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ മാലിന്യം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഗാർഡനിലോ പിന്നെ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി തോട്ടത്തിലോ നമുക്ക് ഉപയോഗിക്കാനും കഴിയും. പക്ഷേ വിളപ്പിൽശാല സംഭവത്തിൽ കോടതി വിധി ശക്തമായി നടപ്പാക്കുന്നില്ല സർക്കാർ എന്നാണ് നഗരസഭ പറയുന്നത്. വിളപ്പിൽശാല ഫാക്ടറി തുറക്കണം, മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കണം. നമ്മുടെ പിടിവാശി എങ്ങനെ കാണും? നമ്മുടെ മാലിന്യം വിളപ്പിൽശാലയിൽ തന്നെ പിന്നെ സംസ്കരിക്കണം എന്നുള്ള വാശിയൊന്നും സർക്കാരിനില്ല. അല്ല, നഗരസഭയുടെ അക്കാര്യത്തിലുള്ള ഒരു വാശി അല്ല, അതുണ്ട്, അത് ഉണ്ടാവായിരിക്കാം. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇപ്പം ഒന്നും പറയുന്നില്ല. നഗരസഭ ഒരു വർഷം ഏകദേശം 25 കോടി രൂപയാണ് ഈ മാലിന്യം കളക്ട് ചെയ്യാനും ഇത് സംസ്കരിക്കാനും വേണ്ടി ചെലവഴിക്കുന്നത്. 25 കോടി വളരെ വലിയൊരു എമൗണ്ടാണ്.
പക്ഷേ എന്നിട്ടും നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണ് ഞങ്ങൾ സോൾവ് ചെയ്തത്? ഈ റെയിൽവേയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. റെയിൽവേയുമായിട്ട് ദീർഘകാലത്തെ ചർച്ചകൾ നടത്തി 27 സ്റ്റേഷനുകളിൽ അവരുടെ പ്ലാറ്റ്ഫോം ഉയർത്താൻ വേണ്ടിയുള്ള ധാരണയിലെത്തി. അതാണ് ഇപ്പോൾ വെളിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 35 ടൺ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്ലാന്റിന് വേണ്ടി ഞങ്ങളത് ഓർഡർ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ചാലയിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. നവംബർ 1 അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നഗരവികസനം എന്ന് പറയുന്നത് ഒരു വലിയ വകുപ്പാണ്. നഗരങ്ങളുടെ വികസനം എന്ന് പറയുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ നോക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയല്ല. പല സ്ഥലങ്ങളിലും നമുക്ക് ആസൂത്രിതമായി ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റോഡ് വികസനം ഉൾപ്പെടെ നോക്കിയാൽ ഒരു വലിയ പ്ലാനിംഗ് തന്നെ പലപ്പോഴും നമ്മുടെ നഗരങ്ങളുടെ ശാസ്ത്രീയമായ വികസനത്തിന് ആവശ്യമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് കുറേ കാലമായിട്ട് അതിനെപ്പറ്റി വളരെ വലിയ താല്പര്യത്തോടു കൂടി കുറേയധികം പ്രവർത്തികൾ നടത്തി. ഇപ്പം നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല നമുക്കിതുവരെ. 32 മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേരളത്തിലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. 2 മാസത്തിനകം ഈ സ്ഥലങ്ങളിലൊക്കെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പല പ്രാവശ്യം അതിൻ്റെ മീറ്റിംഗ് കൂടിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തി ഒരു അൾട്ടിമേറ്റം കൊടുത്ത് നമ്മൾ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കത് കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മാസ്റ്റർ പ്ലാൻ വേണം, ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുക വഴി നമ്മളുടെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയും. ഇപ്പം ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളൊന്നും നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ്. നമ്മൾ ഒരു പ്ലാൻഡ് സിറ്റി അല്ലാതെ പല സ്ഥലത്തും പല രീതിയിലും കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാനിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് വേറെ ഒരു വലിയ കാര്യം. പിന്നെ നമുക്കിവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. മുൻകാലങ്ങളുണ്ടായിട്ട് നമ്മൾ ബിൽഡിംഗ് റൂൾസ് ഇപ്പം ബിൽഡിങ്ങുകളൊക്കെ വർക്കുകളൊന്നും നടക്കാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട്. കാരണം അതിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതൊരു ഇൻഡസ്ട്രി ആയിട്ട് ആരും കണക്കാക്കുന്നില്ല. അത് വളരെ വലിയ ആൾക്കാരുടെ ഒരു ബിസിനസ്സായിട്ടാണ് അതിൻ്റെ മുൻകാലങ്ങളിൽ കണക്കാക്കിയിരുന്നത്. അത് സത്യമല്ല. ഈ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരും ഒരു ആവറേജ് ഉള്ള ആൾക്കാരൊക്കെ ഈ ഫ്ലാറ്റുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുക, ജനങ്ങൾക്ക് കൂടുതൽ കുറഞ്ഞ ചെലവിൽ ഫ്ലാറ്റുകൾ ലഭ്യമാകുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ബിൽഡിംഗ് റൂളുകളും കുറേയധികം അമെൻമെൻറ്റ്സുകൾ വേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൻ്റെ സെക്യൂരിറ്റിക്കോ സേഫ്റ്റിക്കോ യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ കൂടുതൽ സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുക. സ്വാഭാവികമായിട്ടും കൂടുതൽ ഫ്ലാറ്റ് വരുമ്പോൾ ഫ്ലാറ്റിൻ്റെ റേറ്റുകളൊക്കെ കുറയും. അപ്പോൾ എല്ലാ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ കഴിയും. മുൻകാലങ്ങളിലുള്ള സർക്കാരിനെ അപേക്ഷിച്ച് ഈ വികസനത്തിൻ്റെ കാര്യത്തിലും പുതിയ വൻകിട പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും ഈ സർക്കാരിന് പ്രത്യേകിച്ചൊരു ശ്രദ്ധയുണ്ട് എന്ന് പലപ്പോഴും ഈ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ, ഇപ്പോൾ മെട്രോ റെയിലായിരുന്നാലും ഇവിടുത്തെ മോണോ റെയിലായിരുന്നാലും സ്മാർട്ട് സിറ്റി ആയിരുന്നാലും ഇങ്ങനെ വൻ പദ്ധതികളാണ് നമ്മൾ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത്. ഇത്തരം വൻ പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥ കേരളത്തിനുണ്ടോ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് പണം ഒരു പ്രശ്നമല്ല. പണം ഇഷ്ടംപോലെ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലൊക്കെ 2% പലിശയ്ക്ക് പോലും കടം കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് പണം അത്രയധികം കുന്നുകൂടി കിടക്കുന്നുണ്ട്. ബാങ്കിൽ 2% പലിശ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പണം ഒരു പ്രശ്നമല്ല. ധാരാളം ആൾക്കാർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ കാര്യം തന്നെ കഴിഞ്ഞ 5 കൊല്ലം നമ്മളത് വേസ്റ്റ് ചെയ്തു. അതിനെപ്പറ്റി സംസാരിച്ച് വേസ്റ്റ് ചെയ്തു. ഇപ്പം അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഈ കഴിഞ്ഞ 9-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ഹാൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ വർക്കുകൾ ഒരു ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിൻ്റെ മുമ്പ് തീരുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മുടെ എന്തൊരു കാര്യം നോക്കുകയാണെന്നെങ്കിലും പുതിയ പദ്ധതികൾ, വലിയ പദ്ധതികൾ, കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്. അതേ സമയത്ത് വലിയ പദ്ധതികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെറിയ പദ്ധതികൾ മറക്കുക എന്നല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത്രയധികം കാരുണ്യമുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഓടാൻ അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒപ്പം പോകാൻ പറ്റുന്ന മന്ത്രിമാർ തന്നെയാണോ കൂടെ ഉള്ളത്? അത് ഒരു സംശയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി എല്ലാത്തിൻ്റെ ലീഡർ അദ്ദേഹം തന്നെയാണ്. കാര്യങ്ങൾ വളരെ മുമ്പിൽ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം കൺവിൻസ്ഡ് ആയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവുക. ഒരു കാര്യം അദ്ദേഹം കൺവിൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റ് ചെയ്യില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കും. അതാണ് ഒരു ലീഡറുടെ ഒരു ക്വാളിറ്റി. പക്ഷേ ഈ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം നമ്മൾ ഇതുവരെയുള്ള കാലഘട്ടം നോക്കിയാൽ മന്ത്രിസഭ ഓരോരോ പ്രശ്നങ്ങൾ കഴിയുന്നതോറും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട്. ഇപ്പോൾ പുറവും തെരഞ്ഞെടുപ്പ് വന്നു, അത് കഴിഞ്ഞിപ്പോൾ 5ാം മന്ത്രിസ്ഥാനം എന്നുള്ള വിവാദം കുറേ കാലം കത്തിയിരുന്നു. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ അതും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ PK ബഷീർ MLA
ഇതുമായി ബന്ധപ്പെട്ട വിവാദം അടുത്ത് പൊങ്ങി വരുന്നു. നമ്മുടെ ജനപ്രതിനിധികൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാം, ഈ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോഴുള്ള നമ്മൾ കൂടുതൽ ഉഷാറാവുക. പ്രശ്നങ്ങളില്ലാതിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവും. ആ കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം പിന്നെ 5ാം മന്ത്രി വിവാദമായാലും ശരി, അതിന് മുമ്പേ പിന്നെ വേറെന്താണ് നമുക്ക് പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതൊക്കെ ഒഴിവായില്ലേ? അതൊക്കെ വളരെ നല്ല രീതിയിൽ പരിഹരിച്ചില്ലേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ? ഇപ്പം സാധാരണ ഒരു പിന്നെ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുണ്ട് ഈ ഭരണം എന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, എല്ലാവരും ഒന്നടങ്കം പറയും തരക്കേടില്ല. ആരും ഇതൊരു മോശം ഭരണം എന്ന് ഒരിക്കലും പറയില്ല. പിന്നെ ജനപ്രതിനിധികളുടെ മറ്റുള്ള ഇപ്പം പിന്നെ പി കെ ബഷീറിൻ്റെ പ്രശ്നം വന്നു. പി കെ ബഷീറിനെ നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ പിന്നെ ഫാമിലിയും എല്ലാ ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കുറേയധികം ഉള്ളതാണ്. ബഷീർ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇതേ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കില്ല നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പ്രതിപക്ഷം ഇതേ രീതിയിലുള്ള പിന്നെ അവർ വളരെയധികം പ്രശ്നത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി വീണിട്ടപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് ബഷീർ അതിന് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ, അതിൻ്റെ പിന്നെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് 1-2 ദിവസം കൊണ്ട് അറിയാം. ആരാണ് ഈ പിന്നെ കൊല ചെയ്തത്? അത് ഒരു സംശയമില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തുള്ളൊരു കൊലയാണ്. എല്ലാ ആൾക്കാരും അതിനെ പിന്നെ എതിർക്കുന്നൊരു സംഗതിയാണ്. ഒരിക്കലും മുസ്ലിം ലീഗിലെ പിന്നെ MLA ആയ പി കെ ബഷീറൊന്നും അതിൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല, ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഉറപ്പുമാണ്. ഇപ്പോൾ മലബാർ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഈ ആലപ്പുഴയിലും ഉണ്ടായ ചില സംഭവങ്ങൾ, സദാചാര പോലീസ് എന്നുള്ള പേരിൽ ചില യുവാക്കൾ നിയമം കയ്യിലെടുക്കുന്നൊരവസ്ഥ, ഇതിനെ വളരെ സ്പഷ്ടമായി ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളായിട്ടാണ് ഇത് പലപ്പോഴും പുറത്തു വരുന്നത്. ഒരുപക്ഷെ അതിൽ ശരിയും തെറ്റുമുണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരു സദാചാര പോലീസ് ചമയുന്ന ഒരു സിറ്റുവേഷൻ, അതിപ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ അതിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങനെ ഇറങ്ങുന്നതിനെതിരെയും മുസ്ലിം ലീഗിൻ്റെ പേരിൽ ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. തീവ്രവാദ നിലപാടുകളുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അതിനെങ്ങനെ നോക്കി കാണുന്നത്? ഇതിൽ ഈ പറയുന്നതിലൊക്കെ കുറേ ശരിയുണ്ട്, കുറേ തെറ്റുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിലില്ലെങ്കിൽ ഇത് എത്രയോ വളരെ കൂടുതലായിരിക്കും. അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇതേ രീതിയിലൊരു പാർട്ടിയായിട്ട്, രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല കേരളത്തിലെ ഇന്നത്തെ ഒരു സ്ഥിതി. അതൊരു സംശയമില്ല. വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം മുസ്ലിം പോപ്പുലേഷൻ ഏകദേശം 30% എത്തി നിൽക്കുകയാണ്. ഇവിടെ പിന്നെ സന്തുഷ്ടരായിട്ടുള്ള ആൾക്കാരുണ്ട്, അസന്തുഷ്ടരായ ആൾക്കാരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, പലതുമുണ്ട്. ആൾക്കാരെ പിന്നെ കുറച്ച് ഒരു 3-4 ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വഴിതെറ്റിക്കാനൊക്കെ വളരെ വലിയ വേഗത്തിൽ കഴിയും. അത് ഇല്ലാതെ ഇരിക്കുന്നത് മലപ്പുറം. ഞാൻ പിന്നെ ഉദാഹരണത്തിന് കാര്യം പറയാം. മലപ്പുറം ജില്ല എടുക്കുക. അവിടെ ഏറ്റവും മുസ്ലിം കോൺസെൻട്രേഷനുള്ള മലപ്പുറം ജില്ലയിൽ. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും വേറെ ഏത് സ്ഥലത്തു നിന്നായാലും നോൺ മുസ്ലിംസ് അവിടെ മലപ്പുറം ജില്ലയിൽ വന്ന് അവിടെ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട്. അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റുള്ള ഗവൺമെൻറ് ജോലിക്കാരുണ്ട്. ഇവരാരും റിട്ടയർ ചെയ്ത് അവിടുന്ന് മടങ്ങിപ്പോരുന്നില്ല, അവിടെ തന്നെ താമസിക്കുക. അപ്പോൾ അതാണല്ലോ ഒരു സ്വാഭാവികമായിട്ടും ഇത്രയധികം പിന്നെ മുസ്ലിം പോപ്പുലേഷനുള്ള ഇത്രയധികം കോൺസെൻട്രേഷനുള്ള ഒരു സ്ഥലത്തുനിന്ന് അവരൊരിക്കലും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരില്ലല്ലോ. അപ്പം മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിലില്ലെങ്കിൽ അത് ഇതിനേക്കാളൊക്കെ വളരെ മോശമായിരിക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതേപോലെ ചില പ്രശ്നങ്ങൾ പലതുണ്ട്. അതൊരിക്കലും ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല, അത് ശരിയല്ല. മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളെ വഴിതെറ്റിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ശ്രമം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ഞാൻ പറയില്ല. കാരണം ചെറുപ്പക്കാരെല്ലാവരും എഡ്യൂക്കേറ്റഡാണ്, അവരങ്ങനെ പെട്ടെന്നൊന്നും വഴിതെറ്റിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ് വളരെ വലിയൊരു ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ ഇന്നിപ്പോൾ മറ്റുള്ള അമേരിക്കയിലും മറ്റുള്ള യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും കാണുമ്പോൾ സംശയം തോന്നാറുണ്ട്. അത് കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ, ചില പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇല്ലാത്ത 100% ഇല്ലാത്ത. ഞാനിപ്പം പിന്നെ അതിൻ്റെ ഒരു ഇതൊന്നും പറഞ്ഞു. ഇപ്പം ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഗതി വന്നു, അത് അസ്തമിച്ചു. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് സർക്കാർ ഇപ്പം അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല മാഗസിനുകളും വരുന്നു. അതിപ്പോൾ ഒരാൾ തമ്മിൽ പിന്നെ ചെറുപ്പക്കാരും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാകും. അത് വളരെ അപൂർവമായിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ എണ്ണം വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് പല പത്രങ്ങളും എഴുതുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയോട് ഇല്ലാത്ത ഒരു വലിയ ഒരു അവജ്ഞ ഉണ്ടാക്കാനുള്ള മാത്രമേ അത് സഹായിക്കുള്ളൂ. ആ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞില്ല, ആ കമ്മ്യൂണിറ്റി പിന്നെ ഇപ്പം മുസ്ലിം ലീഗ് എന്ന പാർട്ടി കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ
അത് ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്ക് വലിയ ഇതിലേക്ക് പോകും. അത് ഇവിടെ ഇല്ലാത്ത എന്താ കാരണം? മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെ തന്നെ ഭരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. താങ്കളുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? എല്ലാവരും ഒരൊറ്റ അഭിപ്രായക്കാരായിരുന്നു. 100% ഈ സ്ഥാനം വേണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം അതിലുണ്ടായിട്ടില്ല. ഐക്യകണ്ഠ 100%. പക്ഷെ പുറത്തൊരു പ്രചരണം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് ഇതേപോലുള്ള പല പ്രചരണം നടക്കും. കൃത്യമായിട്ട് നമ്മൾ ഓരോരോ കാര്യം സമയമില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നും പോയിന്റ് ചെയ്യാൻ കഴിയും. ഇക്കാര്യത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. ഒരാളെ ഒറ്റപ്പെടുത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒരിക്കലും ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. വളരെ നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച്, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പാർട്ടിയുടെ ലാസ്റ്റ് വേർഡ്. അതെന്തായാലും അതേ തന്നെ ആയിരിക്കും. അതല്ലാതെ അതിനെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ പാർട്ടിയിലില്ല. താങ്കൾ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം 5ാം മന്ത്രി എന്നുള്ള ഒരു ടാഗ് പതിഞ്ഞു പോയതിൽ അത് മാറിയില്ല. 5ാം മന്ത്രി ഇപ്പോൾ പോയി. ഞാൻ 5ാം മന്ത്രിയല്ല, മുസ്ലിം ലീഗിൻ്റെ 6ാമത്തെ മന്ത്രിയാണ്. കാരണം ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് നമ്മുടെ ഡൽഹിയിലുണ്ട്. ഞാൻ 6ാമത്തെ മന്ത്രി. അപ്പോൾ 5ാം മന്ത്രിയല്ല, 6ാമത്തെ മന്ത്രി. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ബഷീറിന്റെ ഈ വിഷയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും? അതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്, ഞങ്ങൾക്കറിയാം. സത്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഇതിലൊരു പ്രശ്നമായിരിക്കില്ല, ഒരിക്കലും പ്രശ്നമായിരിക്കില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കേരളത്തിലെ നഗരവികസനത്തിൻ്റെ മന്ത്രി എന്നുള്ള തരത്തിൽ കേരളത്തിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് താങ്കളുടേതായ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള തരത്തിലോ അല്ലെങ്കിൽ താങ്കൾ ഈ മന്ത്രി കാലയളവിൽ ചെയ്തു തീർക്കും എന്ന് പറയുന്നതുമായ ഒരു കാര്യം എന്താണ്? അല്ല, ഈ ലൈഫ് അവരുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ സുഖകരമാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കുറച്ചുകൂടി പീസ്ഫുള്ളായിരിക്കും, അത് കുറച്ചുകൂടി നന്നായിരിക്കും, വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അത് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് വളരെ നല്ല നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റുള്ളവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയമില്ല, അവരുടെ ജീവിതം ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആക്കാൻ കഴിയും. അതിനുള്ള ഒരു 100% അത് ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. മന്ത്രി എന്നുള്ളതിൽ താങ്കളുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കുറച്ച് കാലയളവിന് ശേഷം ഈ പദ്ധതികളുടെ ഒരു അവലോകനമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി. താങ്ക് യു.